ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. തൈര് കൊണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വേഗം ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കട്ടിയിലുള്ള തൈര് 1/2 ലിറ്റർ തൈരാണിത്. ഇളം പുളിയുള്ളൂ. 10 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചതച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ഇതാ പകുതി ചതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 പീസ് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കാം. ഇപ്പോൾ തരിതരിപ്പായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല വേഗം ഇളക്കി ചൂടാക്കാം. അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. മുക്കാൽ കപ്പ് സബോള നുറുക്കിയതും ചേർത്തു. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലില്ലാത്തതുകൊണ്ടാണ് കളറ് വരാത്തത്. ചതച്ച് വെച്ചത് ചേർക്കുമ്പോൾ ശരിയാവും. സബോള വെന്തിട്ടുണ്ട്. ഇനി 3-4 ചുമന്ന മുളക് കഷ്ണങ്ങളാക്കിയിടാം. ഈ വറ്റൽ മുളക് എന്നുള്ള എരിവാണ് ഇറങ്ങുക. ചതച്ചതിൽ പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണല്ലോ ചേർത്തേക്കണം. മുളകും ചൂടായി വഴന്നു വന്നു. ഇനി നേരത്തെ ചതച്ച് വെച്ചത് ചേർക്കാം. ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കിട്ടും. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇപ്പം എല്ലാം മിക്സായി. ഇനി ഓഫ് ചെയ്യാം. ചൂട് ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ട് മാത്രമേ തൈര് ഒഴിക്കാൻ പാടുള്ളൂ. നമ്മൾ എടുത്തു വെച്ചേക്കണ 1/2 ലിറ്റർ തൈര് ചേർക്കാം. നല്ല ഫ്ലേവറും മണമുള്ള കൂട്ടാനാണ്. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ഒന്നും ചേർക്കണമില്ല. നമ്മൾ എളുപ്പക്കൂട്ടാനാണ്. ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ സബോള കഷ്ണങ്ങളും പൊട്ടുകടലയുണ്ട്. തിക്ക് ഗ്രേവിയാണ്. അങ്ങനെ സ്പൈസി ആയിട്ടുള്ള തൈര് കറി റെഡി ആയി കഴിഞ്ഞു. കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാനും പറ്റും. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.